ഞാൻ കർണാടകത്തിലെ മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടു. അദ്ദേഹം നിർദ്ദേശം കൊടുത്തു, കേരളത്തിന്റെ അതിർത്തികൾ മുഴുവൻ പോലീസ്, കർണാടക പോലീസ് ഉണ്ടാകും കേരള പോലീസിനോടൊപ്പം. ഇന്റലിജൻസ് ഷെയറിംഗ്, വിവരങ്ങൾ കൈമാറൽ, ഈ മയക്കുമരുന്ന് മാഫിയയുടെ പരിപൂർണമായി ചെറുക്കാനുള്ള നടപടി അവരും തയ്യാറാണ്. മറ്റ് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരെ വരും ദിവസങ്ങളിൽ കാണും. നമ്മൾ എല്ലാ DGPമാരുടെ യോഗം വിളിച്ചു, എല്ലാവരും വന്നു. 5 തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട്, കേരളം, കർണാടകം, ഈ 5 DGPമാരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. പരസ്പരം നമ്മൾ ഇൻഫർമേഷൻസ് കൈമാറിക്കൊണ്ട് ഇത്തരം പ്രവർത്തനം നടത്തുന്ന ആളുകളെ നിയന്ത്രിക്കുമെന്ന്. അതിനുവേണ്ടി ഓരോ നോഡൽ ഓഫീസർമാരെ, IG ലെവലിലുള്ള ഓരോ നോഡൽ ഓഫീസർമാരെ അവർ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല കസ്റ്റംസ്, ഇന്റലിജൻസ്, CRPF, നേവി, എയർഫോഴ്സ്, CRPF തുടങ്ങിയിട്ടുള്ള എല്ലാ കേന്ദ്ര ഏജൻസികളെയും മീറ്റിംഗ് നമ്മൾ വിളിച്ചു. അവരുടെ എല്ലാ സഹായവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ കുരുന്ന് തലമുറയെ തകർക്കുന്ന ഇവർക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം തുടരുകയാണ്. ഇപ്പൊ എന്താണ്, പലയിടത്തും കേരളത്തിൽ 7 ആംബുലൻസ് ഞങ്ങൾ പിടിച്ചു പോലീസ്. രോഗിയില്ല, ഡോക്ടറുമില്ല, നഴ്സുമില്ല, പക്ഷേ ലൈറ്റും ഒക്കെ ഇട്ട് ട്യൂബിളും മുഴക്കി പോവാണ്. കേരള പോലീസ് അത് പിടിച്ചപ്പോൾ അതിനകത്ത് എന്താണ്, ലഹരിയാണ്. രോഗിയില്ലാതെ ആംബുലൻസിലൂടെ ലഹരി കൊണ്ട് നമ്മളെ ഈ ആംബുലൻസ് വന്നാൽ മാറിക്കൊടുക്കുമല്ലോ. ഞാൻ കേരള പോലീസ് നിർബന്ധപൂർവ്വം പറഞ്ഞു, ഇനിയൊരു ആംബുലൻസിൽ ലഹരി കടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ ഫോണിലൂടെ ഭക്ഷണം ആവശ്യപ്പെടും. ഓൺലൈൻ ഫുഡ് ചെയിനുണ്ട്, അവര് സൈക്കിളിൽ, മോട്ടോർ സൈക്കിളിൽ കൊണ്ട് ഫുഡ് തരും, അതിനോടൊപ്പം ഒരു പാക്കറ്റിലൂടെ തരും. ഇവിടെ പരിപാടി കേരളത്തിൽ നടക്കില്ല. സ്വിഗ്ഗി, സൊനാറ്റ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ നമ്മൾ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അവർക്കിത് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെയാണ് ചെറിയ കടകൾ. ചുമ്മാ കടയിലൊന്നുമില്ല, 2 ഭരണി എടുത്ത് വെച്ചേക്കും, ഒന്നും കച്ചവടമില്ല. പക്ഷേ അവിടെ ലക്ഷങ്ങളുടെ കച്ചവടമാണ്, മയക്കുമരുന്നാണ്. അങ്ങനെയുള്ള കടകളൊക്കെ പരിശോധിച്ച് പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മറ്റൊരു വലിയ സംഭവം. ഈ മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള അസുഖത്തിനുള്ള മരുന്ന് ആളുകൾ വാങ്ങുക. മെഡിക്കൽ സ്റ്റോറുകളിൽ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ നീ മരുന്ന് കൊടുത്താൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും, ഈ മെഡിക്കൽ സ്റ്റോറുകൾ പൂട്ടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഞാൻ ഇവിടെ വെച്ച് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ എങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത്? ഡോക്ടർ എഴുതി കൊടുക്കാതെ എന്തിനാണ് മരുന്ന് കൊടുക്കുന്നത്? ക്യാൻസർ രോഗി അല്ലാത്ത ഒരാള് ക്യാൻസറിനുള്ള മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്? ഇതെല്ലാം ഈ മയക്കുമരുന്ന് ലോബി നടത്തുന്ന ചില പിൻവാതിലൂടെയുള്ള നടപടികളാണ്. നമുക്ക് ഓപ്പറേഷൻ തുഫാന് 3 ഘട്ടമുണ്ട്. ഒന്ന് ഓപ്പറേഷൻ സ്ട്രൈക്ക്, അതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ഓപ്പറേഷൻ സ്ട്രൈക്ക്, അവർ പോലീസ് പിടിക്കും, വിവരങ്ങൾ അറിയും, ചർച്ച ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ പോലീസ് നായ്ക്ക് കൂടി ഈ പരിശീലനം കൊടുക്കുന്നുണ്ട്. പണ്ടാണെങ്കിൽ ബോംബ് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശീലനമായിരുന്നെങ്കിൽ ഇപ്പൊ പോലീസ് നായ്ക്കൾ ഇപ്പോൾ ഈ മയക്കുമരുന്ന് കൂടി മണത്ത് പിടിക്കത്തക്ക പരിശീലനം കൊടുക്കുക. രണ്ടാമത്തേതാണ് ഓപ്പറേഷൻ തുഫാൻ വാരിയേഴ്സ്. തുഫാൻ വാരിയേഴ്സ് അവരാണ് നമ്മളെല്ലാം ഇവിടെ വെച്ച് ഞാൻ ഈ വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരെയും തുഫാൻ വാരിയേഴ്സായി ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം തുഫാൻ വാരിയേഴ്സിന്റെ പ്രവർത്തനം, ബോധവൽക്കരണം, ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ആപത്തിനെ പറ്റി പ്രചരണം കൊടുക്കുക.
എവിടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക. പണ്ടൊക്കെ ജനങ്ങൾക്ക് ലഹരി മാഫിയയെ പേടിയായിരുന്നു. ഇന്ന് ലഹരി മാഫിയയ്ക്ക് ജനങ്ങളെ പേടിയാണ്. അതാണ് ഇന്ന് പണ്ടത്തെയും ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, തുഫാൻ കെയർ. കേരളത്തിലെ 35ഓളം ആശുപത്രികൾ ഇതൊരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ എന്ന് ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇപ്പം 65 പേർ ഇപ്പം ചികിത്സയിലാണ്. കേരള പോലീസ് വിവിധ ആശുപത്രികളിൽ ചികിത്സിപ്പിക്കുകയാണ്. കാരണം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. തെറ്റ് ചെയ്തു പോയി, പക്ഷേ എന്നാലും അവർക്ക് നമ്മൾ മാപ്പ് കൊടുത്ത് തിരികെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രവർത്തനത്തിനാണ് തുഫാൻ കെയർ. എല്ലാ ആശുപത്രികളും ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ പ്രതിനിധികൾ എന്നെ വന്ന് കണ്ടു. മറ്റന്നാൾ അവരുമായി ചർച്ചയുണ്ട്. ബാക്കിയുള്ള ആശുപത്രി, കാരണം ഇതിന്റെ ചികിത്സ വളരെ പണച്ചെലവുള്ളതാണ്. സാധാരണക്കാർക്ക് പറ്റില്ല, വലിയ പണച്ചെലവുണ്ടാകും. അതുകൊണ്ട് ആശുപത്രികൾ സൗജന്യമായി ഈ ആളുകളെ ചികിത്സിപ്പിക്കാനുള്ള നടപടി കൂടി ആരംഭിക്കുക. അതിനെയാണ് തുഫാൻ കെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഘട്ടമാണ്, 3 ഫേസാണ് ഇതിനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തോട്, സമസ്ത എന്ന കേരളത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന പ്രിയങ്കരനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടും അദ്ദേഹത്തിന്റെ പണ്ഡിത സഭയോടും കേരള ഗവൺമെന്റ് വേണ്ടി നന്ദി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഓഗസ്റ്റ് 5 വരെ നിങ്ങൾ നടത്തുന്ന ഈ ക്യാമ്പയിൻ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ മാറ്റിമറിക്കപ്പെടും. നമ്മുടെ ചെറുപ്പക്കാരെ, മാതാപിതാക്കളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മഹാദൗത്യമാണ് സമസ്ത ഏറ്റെടുക്കുന്നത്. ഈ പരിപാടി വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ പരിപാടി കേരളം മുഴുവൻ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.